ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് പ്രത്യേക ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചപ്പോൾ അതിന്റെ പിന്നിലെ ചരടുവലികളെ പറ്റി നിർണായക വെളിപ്പെടുത്തലുമായി ബംഗ്ലാദേശ് മുൻ മന്ത്രി. ഒരു രാജ്യം തിടുക്കത്തിൽ നീതി എഴുതുമ്പോൾ അത് സത്യത്തെ എന്നേക്കുമായി മായ്ച്ചു കളയുന്നു. ഒരു ഭീകരവാദ രാഷ്ട്രമാകുന്നതിന്റെ വഴിത്തിരിവിലാണ് ഇന്ന് ബംഗ്ലാദേശ് നിൽക്കുന്നത്. ഒരു കോടതി വിധി മതമൗലികവാദത്തിന്റെയും ജനാധിപത്യ വിരുദ്ധതയ്ക്കും ഓശാന പാടുമ്പോൾ ബംഗ്ലാദേശ് അധികാര ദുർവിനിയോഗത്തിന്റെയും നിലനിൽപ്പിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന അക്രമാസക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പ്രതിയാക്കി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ യുഎൻഎസിന്റെ സർക്കാർ ഈ വിധി ആഘോഷിച്ചു. ഹസീനയുടെ അസാന്നിധ്യത്തിലും അവർ തിരഞ്ഞെടുത്ത അവരുടെ അഭിഭാഷകരുടെ പങ്കാളിത്തമില്ലാതെയും പൂർണ്ണമായും സുതാര്യമല്ലാതെയാണ് ഈ മുഴുവൻ നടപടിക്രമങ്ങളും നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വിചാരണ മുൻകൂട്ടി തയ്യാറാക്കിയ വ്യാജ തിരക്കഥയാണെന്ന് ബംഗ്ലാദേശ് മുൻ വിവര സാങ്കേതിക വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് അലി അറഫത്ത്. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിനെ കിഴക്കൻ പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്നും ഹസീനയുടെ അടുത്ത അനുയായിയായ അദ്ദേഹം പറഞ്ഞു. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമുള്ള കപട വിചാരണയാണ് നടന്നതെന്നും നടപടിക്രമങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചത് മുഹമ്മദ് യൂനസും ഭരണകൂടവുമാണെന്ന് മുഹമ്മദ് അലി അറഫത്ത് NDTVയോട് പറഞ്ഞു. രാജ്യം ജിഹാദികളുടെ കയ്യിലായിരിക്കുന്നു. യൂനസാണ് അവർക്ക് നേതൃത്വം നൽകുന്നത്. ജമാഅത്ത് ഇസ്ലാമി ഭരണരംഗത്ത് തുഴഞ്ഞു കയറിയിരിക്കുകയാണെന്നും ജനങ്ങളുടെ സഹായത്തോടെ രാഷ്ട്രീയപരമായി ഈ സംഘത്തെ മുഴുവൻ തങ്ങൾ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂനസ് സർക്കാർ അവാമി ലീഗിനെ മാത്രമല്ല മറ്റ് പുരോഗമന പാർട്ടികളെയും നിരോധിക്കുകയാണ്. 2 കോടിയിലധികം സജീവ അംഗങ്ങളുള്ള പാർട്ടിയാണ് അവാമി ലീഗ്. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പാർട്ടിയാണിത്. ബംഗ്ലാദേശ് എന്ന രാജ്യം നിലവിൽ വരാൻ തന്നെ കാരണം അവാമി ലീഗാണ്. പാർട്ടിയെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ സ്വാഭാവികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അടിച്ചമർത്തൽ ശ്രമം 1971 വിലപ്പോയില്ല, ഇപ്പോഴും വിലപ്പോയില്ല അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.